നമസ്കാരം. അയോധ്യയും അമേഠ്യയും ഉൾപ്പെടെ 6ഓളം മണ്ഡലങ്ങൾ BJP കൈവിട്ടു. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 400-ൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും. തുടർച്ചയായിട്ട് 3-ാം തവണയും ഞങ്ങൾ അധികാരത്തിലും എത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തേരോട്ടം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടം കടന്നു പോകുമ്പോഴും കൃത്യമായിട്ട് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു ചുവടുമാറ്റം BJP കൃത്യമായിട്ട് കേരളം ഉൾപ്പെടെ, കേരളവും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ ഉൾപ്പെടെ, തെലുങ്കാനയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ചുവടുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു അക്ഷീണ പരിശ്രമത്തിൻ്റെ ഒരു പ്രവർത്തനം നാം കണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കണം BJP ഇത്തരത്തിൽ ഒരു അക്ഷീണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇത്തരത്തിൽ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്? 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് BJP ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ചുവടുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് എക്കാലത്തിനും വിപരീതമായിട്ട് BJP ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ആ ഘടകം എന്തായിരുന്നു ആ പ്രേരണയുടെ പിന്നിലെ സത്യമെന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്ന സമയത്താണ് വെളിപ്പെടുന്നത്. വെളിപ്പെടുന്ന വസ്തുത എന്ന് പറയുന്നത് അയോധ്യയും അമേഠ്യയും ഉൾപ്പെടെ 6ഓളം മണ്ഡലങ്ങൾ BJPക്ക് അനായാസം ജയിച്ചു കയറാൻ സാധിക്കുന്ന, അങ്ങേയറ്റം മോഡി തരംഗം അലയടിച്ചിരുന്ന, അല്ലെങ്കിൽ BJP തരംഗം അലയടിച്ചു നിന്നിരുന്ന മണ്ഡലങ്ങളിലൊക്കെ ദയനീയ പരാജയം BJPക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കണം അത്തരത്തിൽ സംഭവിച്ചത്? നമുക്കറിയാം, 1984-ൽ ആ 84 കാലഘട്ടത്തിൽ ഇടതുപക്ഷം ജയിച്ചു കയറിയിരുന്ന മണ്ഡലമാണ് അയോധ്യ എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷം ജയിച്ചു വന്നിരുന്ന മണ്ഡലത്തിൽ നിന്ന് 89-ൽ അയോധ്യ പ്രക്ഷോഭത്തിന്റെ ചുക്കാനേറ്റെടുത്തുകൊണ്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭം ഈ രാജ്യത്തിൽ അലയടിച്ചു. ആ വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുൻനിരയിലേക്ക് വരുമ്പോൾ, രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം കുറിക്കുമ്പോൾ ആ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ശരങ്ങളായി ചെന്നു തറച്ചത് ആ ഉത്തരേന്ത്യയിലോ ഹിന്ദു ഭൂമിയിലോ യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആ ഹിന്ദു മനുഷ്യരുടെ മനസ്സിലായിരുന്നു, ഹൃദയത്തിലായിരുന്നു. ആ പ്രഖ്യാപനം ഭഗവാൻ ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട്, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഞങ്ങൾക്ക് ക്ഷേത്രം വരുന്നു എന്നുള്ളത് വളരെ ഹൃദയം കൊണ്ട്, വളരെ ഹാർദവമായിട്ടാണ് ഉത്തരേന്ത്യയിലോ ഉത്തർപ്രദേശിലോ ഹിന്ദു സമൂഹം ആ വിഷയത്തെ സ്വീകരിച്ചത്. അങ്ങനെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ ഹിന്ദു വികാരമുണർത്തിക്കൊണ്ടായിരുന്നു കൃത്യമായിട്ട് BJPക്ക് ഉത്തരേന്ത്യൻ ഭൂമികയിൽ മുന്നേറുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ ഹിന്ദു വികാരമുയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് പടിപടിയായിട്ട് കടന്നു ചെല്ലുമ്പോൾ എപ്പോഴാണ് BJPക്ക് ചുവട് പിഴച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ BJPയുടെ കേന്ദ്രങ്ങൾ ഇന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഹിന്ദു സമാജം വിശ്വാസമർപ്പിച്ച രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് BJPക്ക് തങ്ങളുടെ ഹിന്ദു സമാജത്തോടുള്ള ധാർമ്മികമായിട്ടുള്ള കടമ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉത്തർപ്രദേശിൽ നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് ഒക്കെ ഉയർന്നു വരുമ്പോൾ ഒരിക്കലും മുത്തലാഖ് പോലെയുള്ള, അല്ലെങ്കിൽ മൗലാന സ്കോളർഷിപ്പ് പോലെയുള്ള അങ്ങനെ ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ വഴി കണക്കില്ലാത്ത ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അനർഹളം മോഡി സർക്കാർ ഇങ്ങനെ പൊതുജനക്ഷേമം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ സബ്കോ സാത്ത് സബ്കോ വികാസ് എന്നുള്ള പ്രഖ്യാപനമൊക്കെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടിൽ നടപ്പിലാക്കിയപ്പോൾ കൃത്യമായിട്ട് മുറിവേറ്റത് ഒരു ഹൈന്ദവ സമൂഹത്തിന് തന്നെയായിരുന്നു. ആ ഹൈന്ദവ സമൂഹത്തിൻ്റെ മനസ്സിലേറ്റ മുറിവിൻ്റെ പ്രതിഷേധമായിരുന്നു ഈ പറയുന്ന
400 സീറ്റിലധികം നേടുമെന്നുള്ള മോഡിയുടെ ആ പ്രഖ്യാപനത്തിൻ്റെ വിരാമം കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലെങ്കിലും ഒരു മങ്ങലേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സമൂഹം തയ്യാറായത് എന്ന് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുന്ന ഓരോ പൊതുപ്രവർത്തകനും മനസ്സിലാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹിന്ദു ഭൂമി എന്നും അംഗീകരിച്ചിരുന്നത്, എന്നും സംരക്ഷിച്ചിരുന്നത്, എന്നും വളർത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്, ഹിന്ദു സമാജത്തിന് സംരക്ഷണയൊരുക്കുന്ന, ഹിന്ദു സമാജത്തിന് സംരക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ചിരുന്നത്. ആ നിലയിൽ നിന്ന് എപ്പോഴാണോ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് പദമിടറിയത്, അപ്പോൾ മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച താഴേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.